ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള കെമിസ്ട്രിയിൽ നിന്നുള്ള 4ാമത്തെ ചാപ്റ്ററായ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പാർട്ട് കാണുന്നതിന് മുൻപ് കഴിഞ്ഞ പാർട്ട് കാണുക. അത് കണ്ടിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു 2ാമത്തെ പാർട്ട് കാണാൻ പാടുള്ളൂ. തെറ്റിപ്പോയി. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്റർ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് കാണുന്നതിന് മുൻപ് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വന്ന് ഈ പാർട്ട് കാണുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ ഓക്സീകരണവും നിരോക്സീകരണവും എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മൂലകങ്ങളുടെ ആറ്റങ്ങൾ സംയോജിച്ച് സംയുക്ത തന്മാത്രകൾ രൂപീകരിക്കപ്പെടുന്ന വിധമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നമുക്കറിയാം, മൂലകങ്ങളുടെ തന്മാത്രകളെ സംയോജിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്തു, സംയുക്ത തന്മാത്രകളൊക്കെ രൂപീകരിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് രൂപീകരിച്ചതെന്ന് നമ്മൾ പഠിച്ചു. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്താണ് ആറ്റങ്ങൾ രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ രാസബന്ധനം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചായിരുന്നു, ഇതിന് മുന്നേ പഠിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു ചാപ്റ്റർ കൂടി കാണുക. ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയുള്ള ടെക്സ്റ്റൊന്നും അല്ല. ഇപ്പം ന്യൂ സിലബസ് പ്രകാരമുള്ള ഇപ്പോഴത്തെ 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും അതുപോലെ 5ഉം 6ഉം 7ഉം 8ഉം ക്ലാസ്സുകളിലെ ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂഷനാണ്. കറക്റ്റ് നമുക്ക് ആ ഓർഡറിൽ പഠിച്ചു വന്നാൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാകും. അതേപോലെയാണ് ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്താണ് ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നത്, രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. താഴോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു പെട്ടിക്കകത്ത് കയറി അതുകൂടി ഒന്ന് കണ്ടിട്ട് പോകാം. രാസസമവാക്യങ്ങൾ എഴുതുന്ന രീതിയെക്കുറിച്ചാണ് ഈ ഒരു ബോക്സിൽ തന്നിരിക്കുന്നത്. രാസസമവാക്യങ്ങൾ എഴുതുമ്പോൾ അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഭൗതികാവസ്ഥ, ഊർജമാറ്റം, ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യം മുതലായവ വ്യക്തമായി എഴുതുന്ന രീതിയാണ് നമ്മൾ പൊതുവെ അവലംബിച്ച് വരുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് വേറൊന്നുമല്ല. രാസസമവാക്യം എഴുതുമ്പോൾ എന്ത് ചെയ്യണം, അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഭൗതികാവസ്ഥയും അവിടുത്തെ ഊർജമാറ്റവും ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യവും വ്യക്തമായി നമ്മൾ എഴുതുന്ന രീതി, അതാണ് നമ്മൾ പൊതുവെ അവലംബിച്ച് വരുന്നതെന്ന് പറഞ്ഞു. അതായത് ഉദാഹരണം തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ N2 നമ്മൾ നൈട്രജൻ്റെ ആ ഒരു എഴുതുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അഭികാരകങ്ങൾ N2 പ്ലസ് 3H2 നമ്മളിവിടെ കൊടുത്തു. അപ്പം നമുക്ക് എന്താണ് Fe, നമുക്ക് അയൺ അവിടെ ഉണ്ട്, അതുപോലെ 2NH3. അപ്പം നമുക്കവിടെ കിട്ടിയ ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, ഇവിടെ നമുക്ക് 2NH3 എന്ന് കിട്ടി. അപ്പോൾ ഇതാ 2NH3. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന രാസസമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ N2 നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസാണ്. നൈട്രജൻ ഗ്യാസ് പ്ലസ് 3H2 അതും ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് നമുക്ക് എന്ത് വരുന്നു, നമ്മുടെ ആ ഒരു നൈട്രജൻ ഇവിടെ നമുക്ക് അതിൻ്റെ ഉപോൽപ്പന്നമായിട്ട് കിട്ടുന്ന ആ ഒരു സമവാക്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയേ, N2 ഇവിടെ N2 നമ്മുടെ അഭികാരകത്തിൽ N2 ഉണ്ട്, 3H2 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര H ഉണ്ട്, 3 തന്മാത്രകൾ, ഹൈഡ്രജൻ്റെ 3 തന്മാത്രകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ N2 ഉണ്ട്, രണ്ടിടത്തും 2 NH3. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ഒരു
സമവാക്യത്തിലെ രാസസമവാക്യം നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. സോഡിയം അതുപോലെ ക്ലോറിൻ എന്നിവ രാസബന്ധനത്തിൽ ഏർപ്പെട്ട് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന വിധം നമ്മൾ പഠിച്ചു. അപ്പം നമുക്കറിയാം സോഡിയം അതുപോലെ ക്ലോറിൻ ഇവ എന്ത് ചെയ്യുന്നു, രാസബന്ധനത്തിൽ ഏർപ്പെടുന്നു. സോഡിയം ക്ലോറിനും കൂടി ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണായി മാറുന്ന ആറ്റം ഏതാണ്? അപ്പം നമുക്കറിയാം നമ്മുടെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന ആ ഒരു ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന ആ മൂലകമാണ് എന്ത് ചാർജ്? പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത്. ഇനി നമ്മൾ ആരാണോ ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നത് അതിനെന്ത് ചാർജാണ്? അതിനാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്. അപ്പോൾ ഇവിടെ രാസപ്രവർത്തനത്തിൽ ആരാണ്? നമ്മുടെ സോഡിയമാണ്, Na ആണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു, Na+ ആവും. അപ്പോൾ Na+ ആവും. നമ്മുടെ ആ ഒരു ഇലക്ട്രോണിനെ ആര് സ്വീകരിക്കും? നമ്മുടെ ക്ലോറിൻ സ്വീകരിക്കും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഡിയം ക്ലോറൈഡിൻ്റെ ആ ഒരു രാസബന്ധനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിൽ അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജുള്ള അയോണായി മാറുന്ന ആറ്റം ഏതാണ്? അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ഇവിടെ ആരാണ്? സോഡിയവും ക്ലോറിനും തമ്മിലുള്ളതിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് ക്ലോറിനാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആർക്കാണ് കിട്ടുന്നത്? ക്ലോറിനാണ് നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്. ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് മേടിച്ചെടുക്കുന്നു. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിൻ്റെ സമവാക്യം ഇവിടെ തന്നിട്ടുണ്ട്. Cl നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ക്ലോറിൻ ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുന്നു. അങ്ങനെ എന്തായി മാറുന്നു? Cl-. രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ നേടുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന, രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം, അതിനാണ് എന്ത്? ഓക്സീകരണം എന്ന് പറയുന്നത്. രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ നേടുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നിരോക്സീകരണം അഥവാ റിഡക്ഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോണും നെഗറ്റീവ് ചാർജുള്ള ക്ലോറൈഡ് അയോണും തമ്മിൽ സംയോജിച്ച് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്? പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോണ് സോഡിയത്തിന് വിട്ടുകൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? പോസിറ്റീവ് ചാർജാണ് കിട്ടുന്നത്. പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോണും നെഗറ്റീവ് ചാർജുള്ള ക്ലോറൈഡ് അയോണും Cl- അവിടെ ആവും സ്വീകരിക്കുമ്പോൾ ഇവ തമ്മിൽ സംയോജിച്ചാണ് എന്തുണ്ടാകുന്നത്? സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ സമവാക്യം സമവാക്യം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? Na+ പ്ലസ് എന്താണ്? Na++ Cl- രണ്ടും കൂടെ ചേർന്ന് എന്തുണ്ട്? NaCl സോഡിയം ക്ലോറൈഡ് ആകുന്നു. ഇനി ഇവിടെ മറ്റ് ചില ഓക്സീകരണ സമവാക്യങ്ങൾ നൽകിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പൊട്ടാസ്യം എന്ത് ചെയ്യുന്നു? പൊട്ടാസ്യവും ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു അല്ലേ? അപ്പോൾ പൊട്ടാസ്യം എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുന്നു രാസപ്രവർത്തനത്തിൽ. അതുപോലെ കാൽസ്യം എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു. 2 ഇലക്ട്രോൺ ആ കാൽസ്യം വിട്ടുകൊടുക്കുന്നത്. Ca2+ അത് സ്വീകരിക്കുന്നത് എന്താണ്? 2E- 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു.
ഇനി അതുപോലെ മഗ്നീഷ്യവും 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോൺ സ്വീകരിക്കപ്പെടുന്നു മഗ്നീഷ്യത്തിൽ നിന്ന്. ഇനി സിങ്ക് എന്ത് ചെയ്യുന്നു, സിങ്കും 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു. അവിടെയും എന്താണ്, വിട്ടുകൊടുക്കുമ്പോൾ അതിന് 2 ഇലക്ട്രോൺ നെഗറ്റീവ് ഇലക്ട്രോൺ കിട്ടും. ഇനി അതുപോലെ അലൂമിനിയം എത്ര ഇലക്ട്രോണാണ് വിട്ടുകൊടുക്കുന്നത്, അലൂമിനിയം 3+ ആണ്, 3 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. അപ്പോൾ അത് സ്വീകരിക്കുന്ന ആ ഒരു മൂലകം എന്ത് ചെയ്യും, 3- ആകും. സോഡിയം, പൊട്ടാസ്യം മുതലായവ ലോഹങ്ങളാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ സോഡിയവും പൊട്ടാസ്യം ഒക്കെ എന്താണ്, രണ്ടും ലോഹങ്ങളാണ്. ലോഹങ്ങൾക്ക് പൊതുവെ രാസപ്രവർത്തനങ്ങളിൽ ഓക്സീകരണം സംഭവിക്കുന്നു. അപ്പോൾ ഓക്സീകരണമാണ് എവിടെ സംഭവിക്കുന്നത്, അതായത് സോഡിയവും പൊട്ടാസ്യവും ഒക്കെ എന്ത് ചെയ്യുന്നു, ലോഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോഹങ്ങൾക്ക് പൊതുവെ രാസപ്രവർത്തനങ്ങളിൽ എന്ത് സംഭവിക്കുക ചെയ്യുന്നത്, ഓക്സീകരണം സംഭവിക്കുന്നു. ചില നിരോക്സീകരണ സമവാക്യങ്ങൾ നൽകിയിരിക്കുന്നത് നോക്കൂ. അപ്പോൾ ഇവിടെ ചില നിരോക്സീകരണ സമവാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫ്ലൂറിൻ എന്താ ചെയ്യുന്നത്, ഫ്ലൂറിൻ എന്ത് ചെയ്യുന്നു, 1 ഇലക്ട്രോൺ സ്വീകരിച്ച് കാരണം ഇവിടെ ഫ്ലൂറിൻ എന്താ ചെയ്യുന്നത്, 1 ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ്. 7 എണ്ണം ഉണ്ട്, അപ്പോൾ 1 ഇലക്ട്രോൺ സ്വീകരിച്ച് 8 ആവും. അപ്പോൾ അഷ്ടകം പൂർത്തിയാവും. അപ്പോൾ എന്താണ്, F- ആവും. ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താലാണ് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത്. ഇലക്ട്രോൺ സ്വീകരിച്ചാൽ ഏത് ചാർജ് തന്നെയാണ്, നെഗറ്റീവ് ചാർജാണ് ലഭിക്കുന്നത്. അപ്പോൾ ഫ്ലൂറിൻ എന്താ ചെയ്യുന്നത്, 1 ഇലക്ട്രോൺ സ്വീകരിക്കും. അപ്പോൾ അത് F- ആകും. ഇനി ക്ലോറിനുണ്ട്. ക്ലോറിൻ എന്ത് ചെയ്യും, ക്ലോറിനും 1 ഇലക്ട്രോൺ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ Cl- ആവും. അതുപോലെ നമ്മുടെ ബോറോൺ എന്ത് ചെയ്യുന്നു, ബോറോണും 1 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അങ്ങനെ Br- ആയിട്ട് മാറുന്നു. അതുപോലെ ഓക്സിജനും 2 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോൺ സ്വീകരിക്കുന്നു. അങ്ങനെ O2- ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ഇവിടത്തെ ആ ഒരു നിരോക്സീകരണ സമവാക്യം എന്ന് പറയുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ മുതലായവ അലോഹങ്ങളാണ്. അപ്പോൾ ഇവിടെ ഫ്ലൂറിനും ക്ലോറിനും ഒക്കെ എന്താണ് പ്രത്യേകത, ഇവ അലോഹങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അലോഹങ്ങൾക്ക് പൊതുവെ രാസപ്രവർത്തനങ്ങളിൽ നിരോക്സീകരണം സംഭവിക്കുന്നു. അപ്പോൾ അലോഹങ്ങളുടെ പ്രത്യേകത എന്താണ്, രാസപ്രവർത്തനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, അതെ, അലോഹങ്ങൾക്ക് രാസപ്രവർത്തനങ്ങളിൽ പൊതുവെ നിരോക്സീകരണമാണ് സംഭവിക്കുന്നത്. നിരോക്സീകരണം സംഭവിക്കുന്നു. ഇവിടെ ഫ്ലൂറിനും നമ്മുടെ ക്ലോറിനും എന്ത് സംഭവിക്കുന്നു, നിരോക്സീകരണം സംഭവിക്കുന്നു. പോസിറ്റീവ് അയോണുകൾ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് ആറ്റങ്ങളായി മാറാം. പോസിറ്റീവ് അയോണുകളുടെ പ്രത്യേകത എന്താണ്, ഇലക്ട്രോണുകളെ സ്വീകരിച്ച് എന്താവുന്നു, ആറ്റങ്ങളായിട്ട് മാറുന്നു. ഇവയും നിരോക്സീകരണ രാസപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നിരോക്സീകരണ രാസപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി നോക്കിയേ, ഇവിടെ ഒരു 2 ഉദാഹരണം കൂടി തന്നിട്ടുണ്ട്. നമ്മുടെ AG എന്ന് പറയുമ്പോൾ എന്താണ്, സിൽവർ ആണ്, Ag+ ആണ്. അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കാം, Ag+ ആവുകയാണ് ചെയ്യുന്നത്. 1 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, Ag+ 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ട് അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. സോഡിയം, പൊട്ടാസ്യം മുതലായവ ലോഹങ്ങളാണെന്ന് നമുക്കറിയാം. ലോഹങ്ങൾക്ക് പൊതുവെ രാസപ്രവർത്തനങ്ങളിൽ ഓക്സീകരണം സംഭവിക്കുന്നു. അപ്പോൾ ലോഹങ്ങൾക്ക് എന്ത് സംഭവിക്കും, രാസപ്രവർത്തനത്തിൽ ഓക്സീകരണമാണ് ലോഹങ്ങൾക്ക് സംഭവിക്കുന്നത്. ചില നിരോക്സീകരണ സമവാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഇവിടെ ഫ്ലൂറിൻ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് നെഗറ്റീവ് ആകുന്നു, F- ആയിട്ട് മാറുന്നു. അപ്പോൾ ഫ്ലൂറിൻ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച്, അപ്പോൾ ഇലക്ട്രോൺ സ്വീകരിക്കുന്നതാണ് നിരോക്സീകരണം എന്ന് നമുക്കറിയാം. ഫ്ലൂറിൻ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് F- ആയിട്ട് മാറും. അതുപോലെ ക്ലോറിനും ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് Cl- ആയിട്ട് മാറും. പിന്നെന്താണ്? ബ്രോമിനും ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് എന്തായിട്ട് മാറും? Br- ആയിട്ട് മാറുന്നു. അതുപോലെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് O2- ആയിട്ട് മാറുന്നു. ആയിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നിരോക്സീകരണ സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ഫ്ലോറിൻ, ക്ലോറിൻ മുതലായവ അലോഹങ്ങളാണ്. അപ്പോൾ ഫ്ലോറിനും ക്ലോറിനും ഒക്കെ എന്താ പ്രത്യേകത? ഇതൊക്കെ അലോഹങ്ങളാണ്. അലോഹങ്ങൾക്ക് പൊതുവെ രാസപ്രവർത്തനങ്ങളിൽ നിരോക്സീകരണമാണ് സംഭവിക്കുന്നത്. അപ്പം ലോഹങ്ങൾക്ക് രാസപ്രവർത്തനത്തിൽ ഓക്സീകരണം സംഭവിക്കുന്നു. അലോഹങ്ങൾക്ക് എന്ത് സംഭവിക്കും? രാസപ്രവർത്തനങ്ങളിൽ നിരോക്സീകരണമാണ് സംഭവിക്കുന്നത്. പോസിറ്റീവ് അയോണുകൾ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് ആറ്റങ്ങളായി മാറാം. പോസിറ്റീവ് അയോണുകൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകൾ സ്വീകരിച്ചിട്ട് അവ എന്തായി മാറും? ആറ്റങ്ങളായി മാറും. ഇവയും നിരോക്സീകരണ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത് എന്താണ്? നിരോക്സീകരണ പ്രവർത്തനങ്ങൾക്ക്, രാസപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. അതായത് ഫ്ലൂറിനും ക്ലോറിനും ഒക്കെ എന്താണ്? രാസപ്രവർത്തനത്തിൽ നിരോക്സീകരണമാണ് സംഭവിക്കുന്നത്. ഇനി ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. നമ്മുടെ Ag അഥവാ സിൽവർ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണ് സ്വീകരിച്ച് എന്താകുന്നു? Ag ആറ്റമായിട്ട് മാറും. അതായത് പോസിറ്റീവ് അയോണുകൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകൾ സ്വീകരിച്ചിട്ട് അവ ആറ്റങ്ങളായി മാറും. അപ്പോൾ Ag എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് അയോൺ ആണല്ലോ. അത് എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് Ag എന്ന് പറയുന്ന ആറ്റമായിട്ട് മാറുന്നു. അതായത് സിൽവർ ആറ്റമായി മാറും. അതുപോലെ തന്നെ കോപ്പർ പോസിറ്റീവ് അതും എന്താണ്? 2 ഇലക്ട്രോണുകൾ സ്വീകരിച്ച് കൊണ്ട് എന്തായി മാറുന്നു? കോപ്പർ ആറ്റമായിട്ട് മാറുന്നു. Cu ആറ്റമായിട്ട് മാറുന്നു. അപ്പോൾ പോസിറ്റീവ് അയോണുകൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകൾ സ്വീകരിച്ച ആറ്റങ്ങളായി മാറും. ഇവയും നിരോക്സീകരണ രാസപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇതുപോലെ നെഗറ്റീവ് അയോണുകൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് ആറ്റങ്ങളായി മാറാം. അപ്പം നെഗറ്റീവ് അയോണുകളും എന്ത് ചെയ്യുന്നു? തിരിച്ച് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട് ആറ്റങ്ങളായി മാറുന്നുണ്ട്. ഈ രാസപ്രവർത്തനങ്ങൾ ഓക്സീകരണ രാസപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഓക്സീകരണ രാസപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. നെഗറ്റീവ് അയോണുകൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് ആറ്റങ്ങളായി മാറുന്ന ആ ഒരു പ്രവർത്തനം, ആ രാസപ്രവർത്തനത്തിനെ ഓക്സീകരണ രാസപ്രവർത്തനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്സീകരണ രാസപ്രവർത്തനത്തിന് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് പറയാം. അപ്പോൾ അയഡിൻ എന്ത് ചെയ്യുന്നു? അയഡിൻ ഒരു ഇലക്ട്രോണ് സ്വീകരിച്ച് എന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് അയോണാണ് അയഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് അയോൺ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണ് സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറുന്നു? ആറ്റമായിട്ട് മാറുന്നു. അപ്പം നെഗറ്റീവ് അയോണുകൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് എന്തായി മാറുന്നു? ആറ്റമായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ നെഗറ്റീവ് അയോണായ അയഡിൻ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണ് വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറും? ആറ്റമായിട്ട് മാറും. അപ്പോൾ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് അയഡിൻ എന്ത് ചെയ്യുന്നു? അയഡിൻ ആറ്റമായിട്ട് മാറുന്നു. അതുപോലെ തന്നെയാണ് സൾഫർ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് അയോണായ സൾഫർ 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറും? സൾഫർ ആറ്റമായിട്ട് മാറുന്നു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഓക്സീകാരിയും നിരോക്സീകാരിയുമാണ്. ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. സോഡിയം ക്ലോറൈഡ് രൂപീകരിക്കപ്പെടുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് രൂപീകരിക്കപ്പെടുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യമാണ്. എങ്ങനെയാണ്? 2Na+Cl2. അവിടെ 2Na+Cl2 അതാണ് നമ്മുടെ എന്തായിട്ട് മാറുന്നത്? 2NaCl ആയിട്ട് മാറുന്നത്.
അപ്പോൾ ഇതാണ് സോഡിയം ക്ലോറൈഡ് ആയിട്ട് രൂപീകരിക്കുന്ന ഒരു രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്തായിട്ട് മാറുന്നു? സോഡിയവും ക്ലോറിനും കൂടി ചേർന്ന് സോഡിയം ക്ലോറൈഡായി മാറുന്ന ആ ഒരു സമവാക്യമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ 2Na പ്ലസ് Cl2 ചേർന്നിട്ട് എന്താവുന്നു? 2NaCl ആയിട്ട് മാറുന്നു. അതാണ് ഇവിടുത്തെ സമവാക്യം എന്ന് പറയുന്നത്. ഇവിടെ ഏത് ആറ്റമാണ് ഓക്സീകരിക്കപ്പെടുന്നത്? അപ്പോൾ ഇവിടെ ഏത് ആറ്റമാണ് ഓക്സീകാരി, ഏതാണ് നിരോക്സീകാരി എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ ഓക്സീകരിക്കപ്പെടുന്നത് ഏത് ആറ്റമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? സോഡിയമാണ് ഇവിടെ ഓക്സീകരിക്കപ്പെടുന്നത്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന സോഡിയം ആറ്റം ഓക്സീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഏതാണ്? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് ആർക്കാണ്? സോഡിയം ആറ്റത്തിനാണ്. ആ സോഡിയം ആറ്റമാണ് എന്ത് ചെയ്യുന്നത്? ഓക്സീകരിക്കപ്പെടുന്നത്. ഓക്സീകരണത്തിന് സഹായിച്ച ആറ്റം ഏതാണ്? അപ്പോൾ ഓക്സീകരണത്തിന് സഹായിച്ചത് ആരാ? ക്ലോറിനാണ് അല്ലേ? ക്ലോറിനാണ്. അപ്പം സോഡിയം അഥവാ ക്ലോറിൻ ആരാണ് ഓക്സീകരണത്തിന് സഹായിച്ചത്? അത് ക്ലോറിനാണ്. ഇലക്ട്രോണിനെ സ്വീകരിച്ച ക്ലോറിൻ ആറ്റം ഓക്സീകരണത്തിന് സഹായിക്കുന്നു. ഓക്സീകരണത്തിന് സഹായിക്കുന്നതാണ് ഓക്സീകാരി. ഓക്സീകരണത്തിന് സഹായിക്കുന്നത് ആരാണോ അവരെയാണ് നമ്മൾ ഓക്സീകാരി എന്ന് പറയുന്നത്. ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സീകാരി നിരോക്സീകരിക്കപ്പെടുന്നു. അപ്പോൾ രാസപ്രവർത്തനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്സീകാരി നിരോക്സീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സീകരണത്തിന് സഹായിക്കുന്നതാണ് ഓക്സീകാരി എന്ന് പറയുന്നത്. ഒരു രാസപ്രവർത്തനത്തിൽ എന്ത് സംഭവിക്കും? ഓക്സീകാരി നിരോക്സീകരിക്കപ്പെടുന്നു. മുകളിൽ നൽകിയ രാസപ്രവർത്തനത്തിൽ ക്ലോറിൻ നിരോക്സീകരിക്കപ്പെടുന്നു. നിരോക്സീകരണത്തിന് സഹായിച്ച ആറ്റം ഏതാണ്? നിരോക്സീകരണത്തിന് സഹായിച്ചത് സോഡിയമാണ്. അപ്പം നമ്മൾ പഠിച്ചു എന്താണ്? രാസപ്രവർത്തനത്തിൽ ക്ലോറിനാണ് നിരോക്സീകരിക്കപ്പെടുന്നത്. നിരോക്സീകരണത്തിന് സഹായിച്ച ആറ്റം ഏത് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് സോഡിയമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് നിരോക്സീകരണത്തിന് സഹായിച്ച ആറ്റം ഏതാ? അത് സോഡിയമാണ് എന്നിവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിരോക്സീകരണത്തിന് സഹായിക്കുന്നതാണ് നിരോക്സീകാരി. അപ്പം നിരോക്സീകരണത്തിന് സഹായിക്കുന്നതാരാ? അത് നിരോക്സീകാരി. ഇവിടുത്തെ നിരോക്സീകാരി ആണെന്ന് നമ്മൾ പറഞ്ഞു, സോഡിയമാണെന്ന് പറഞ്ഞു. രാസപ്രവർത്തനത്തിൽ നിരോക്സീകാരി ഓക്സീകരിക്കപ്പെടുന്നു. അപ്പം രാസപ്രവർത്തനത്തിൽ എന്ത് സംഭവിക്കും? നിരോക്സീകാരി അവിടെ എന്ത് ചെയ്യുന്നു? ഓക്സീകരിക്കപ്പെടുന്നു. ചുവടെ കൊടുത്തിട്ടുള്ള ചിത്രീകരണങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചുവടെ നൽകിയിട്ടുള്ള ചിത്രീകരണങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ സോഡിയം, ക്ലോറിൻ അതുപോലെ രണ്ടും കൂടി ചേർന്നിട്ട് എന്താകുന്നു? 2NaCl. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ആകുന്നു. അപ്പോൾ ഇവിടെ ആരാ നിരോക്സീകാരി, ആരാണ് ഓക്സീകാരി, ആരാണ് നിരോക്സീകരിക്കപ്പെടുന്നത്? ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിരോക്സീകാരി എന്ന് പറയുന്നത് ആരാ? നമ്മുടെ സോഡിയമാണ് ഇവിടുത്തെ നിരോക്സീകാരി. അപ്പോൾ സോഡിയം നിരോക്സീകാരിയാണ് സോഡിയം എന്ന് പറഞ്ഞു. ഇവിടെ നിരോക്സീകാരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിരോക്സീകരണത്തിന് കാരണമാകുന്നതാണ് നിരോക്സീകാരി. അപ്പോൾ ഓക്സീകാരി എന്ന് പറയുന്നത് ക്ലോറിനാണ്. ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഓക്സീകാരിയാണ്. അപ്പോൾ ഓക്സീകരണത്തിന് സഹായിക്കുന്നത് ആരാണ്? ക്ലോറിനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് എന്താകുന്നു? 2NaCl സോഡിയം ക്ലോറൈഡ് നമുക്ക് കിട്ടുന്നു. ഇനി ഇതുപോലെ തന്നിട്ടുണ്ട് എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ് തന്നിട്ടുണ്ട്. ഇവിടെ മഗ്നീഷ്യമാണ് ഇവിടുത്തെ നിരോക്സീകാരി. ഇതെന്ത് ചെയ്യുന്നു? 2Mg+O2 ചേർന്നിട്ട് 2MgO കിട്ടുന്നു. അപ്പോൾ ഇവിടുത്തെ ഓക്സീകാരി എന്ന് പറയുന്നത് ആരാ? ഓക്സിജനാണ്. ഇവിടെ ഓക്സീകാരി ആരാണ്? ഓക്സിജനാണ്. നിരോക്സീകാരി എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? മഗ്നീഷ്യം ഓക്സൈഡ് ലഭിക്കുന്നു. ഇനി നോക്കിയേ, ചുവടെ നൽകിയിട്ടുള്ള രാസസമവാക്യങ്ങൾ വിലയിരുത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 3 രാസസമവാക്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ തന്നിരിക്കുന്നത്? Mg+F2
ടു MgF2. അപ്പോൾ മഗ്നീഷ്യവും ഫ്ലൂറിനും കൂടി ചേർന്ന് മഗ്നീഷ്യം ഫ്ലൂറൈഡ് ഉണ്ടാകുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അതുപോലെ കാൽസ്യം ക്ലോറിൻ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് കാൽസ്യം ക്ലോറൈഡ് ആകുന്നു. അതുപോലെ അയണും ഓക്സിജനും കൂടി ചേർന്നിട്ട് ആ ഒരു സമവാക്യം ഇത് മൂന്നുമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സമവാക്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, ക്രമ നമ്പർ ഓക്സീകരണ സമവാക്യം, അതേപോലെ നിരോക്സീകരണ സമവാക്യം തന്നിട്ടുണ്ട്. പിന്നെന്താണ്, ഇതിൽ ഓക്സികാരി ആരാണ്, നിരോക്സികാരി ആരാണ്, ഇത്രയുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഫില്ല് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തേത് എന്താ തന്നിരിക്കുന്നത്, ഇവിടുത്തെ ഓക്സീകരണ സമവാക്യം മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട് മഗ്നീഷ്യം ആറ്റമായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ മഗ്നീഷ്യത്തിൻ്റെതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ എന്താണ്, ഇവിടുത്തെ നിരോക്സീകരണ സമവാക്യം നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ ഇവിടുത്തെ നിരോക്സീകരണ സമവാക്യം എന്താണ്, മഗ്നീഷ്യം എന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് മഗ്നീഷ്യം ആകുന്നു, മഗ്നീഷ്യം ആറ്റമാകും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ സമവാക്യത്തിൽ വരുന്നത് എന്താണ്, അടുത്ത് വരുന്നത് ആരാ, നമ്മുടെ F2 ആണ്, F2. അപ്പോൾ ഇവിടെ F2 എന്താ ചെയ്യുന്നത്, ഫ്ലൂറിൻ എന്താണ് ചെയ്യുന്നത്, F പ്ലസ്, ഇവിടുത്തെ ഫ്ലൂറിൻ എന്ത് ചെയ്യുന്നു, F പ്ലസ് എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു, 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ട് എന്താകുന്നു, F മൈനസ് ആകുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ഗിവ്സ് F മൈനസ്. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ഒരു രണ്ടാമത്തെ സമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് എഴുതാം, F എന്ത് ചെയ്യുന്നു, F പ്ലസ് 1 ഇലക്ട്രോൺ എന്ത് ചെയ്യും, 1 ഇലക്ട്രോൺ മൈനസ് 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ അവിടെ മൈനസ് ആകുന്നു. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും, F മൈനസ് ആയിട്ട് മാറും. ഇനി ഇവിടുത്തെ ഓക്സികാരി ആരാണ്, നിരോക്സികാരി ആരാണ്, അപ്പോൾ ആരാണ് ഓക്സീകരണത്തിന് സഹായിക്കുന്നത്, ആരാണ്, ഫ്ലൂറിനാണ് അല്ലേ. അപ്പോൾ ഫ്ലൂറിനാണ് ഇവിടുത്തെ ഓക്സികാരി. നിരോക്സികാരി ആരാ, ഇവിടുത്തെ നിരോക്സികാരി എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി അടുത്ത് രണ്ടാമത്തെ ആള് ഇവിടുത്തെ എന്താണ്, ഇവിടുത്തെ സമവാക്യം നമുക്ക് മുകളിൽ തന്നിട്ടുണ്ട്. Ca പ്ലസ് Cl2 രണ്ടും കൂടെ എന്തായി മാറുന്നു, കാൽസ്യം ക്ലോറൈഡ് ആകുന്നു. Ca പ്ലസ് Cl2 ഗിവ്സ് എന്തായി മാറുന്നു, CaCl2 ആയി മാറുന്നു. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്, അതാണ് നമ്മുടെ സമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ Ca ഇവിടെ എന്താണ് ഓക്സീകരണ സമവാക്യം നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, Ca എത്ര ഇലക്ട്രോൺ ആണ്, Ca2 പ്ലസ് 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓക്സീകരണ സമവാക്യമാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ കാൽസ്യം എന്ത് ചെയ്യുന്നു, കാൽസ്യത്തിൻ്റെ അറ്റോമിക നമ്പർ 20 ആണ്. അപ്പോൾ നമ്മളത് എഴുതി നോക്കുമ്പോൾ നമുക്ക് കിട്ടും, അവിടുത്തെ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. അപ്പോൾ Ca2 പ്ലസ് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. എന്നിട്ട് അത് എന്തായിട്ട് മാറുന്നു, 2E മൈനസ് ആയിട്ട് മാറും. അപ്പോൾ അതാണ് ഇവിടുത്തെ സമവാക്യം എന്ന് പറയുന്നത്. ഇനി നിരോക്സീകരണ സമവാക്യം തന്നിട്ടുണ്ട്. Cl പ്ലസ്, അടുത്ത ക്ലോറിൻ അല്ലേ, ക്ലോറിൻ എന്ത് ചെയ്യുന്നു, 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് Cl മൈനസ് ആകുന്നു. അപ്പോൾ 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് എന്താകുന്നു, Cl മൈനസ് ആകുന്നു. അപ്പോൾ അതാണ് ഇവിടുത്തെ സമവാക്യം. ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് Cl പ്ലസ് 1 ഇലക്ട്രോൺ നേടിയെടുക്കുകയല്ലേ ചെയ്യുന്നത്, 1 ഇലക്ട്രോൺ സ്വീകരിച്ച് എന്താകുന്നു, Cl മൈനസ് ആകുന്നു. അതാണ് ഇവിടുത്തെ നിരോക്സീകരണ സമവാക്യം. ഇനി ഇവിടെ ഓക്സികാരി ആരാണ്, നിരോക്സികാരി ആരാണ്. അപ്പോൾ ഇവിടുത്തെ ഓക്സികാരി ആരാ, ഇവിടുത്തെ ഓക്സികാരി എന്ന് പറയുന്നത് ക്ലോറിനാണ്. നിരോക്സികാരി ആരാണ്, കാൽസ്യമാണ്. അടുത്ത മൂന്നാമത്തെ നിരോക്സീകരണ സമവാക്യം തന്നിട്ടുണ്ട്. അയൺ എന്ത് ചെയ്യുന്നു, Fe3 പ്ലസ് 3 ഇലക്ട്രോണുകളെ നേടുന്നു. 3 ഇലക്ട്രോണുകളെ അല്ല, ഇവിടെ നേടുകയല്ല, 3 പ്ലസ് ആണ്, വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആറ്റമായിട്ട് മാറുന്നു. Fe3 പ്ലസ് 3E മൈനസ് 3 ഇലക്ട്രോണ് ആകുന്നു. ഇനി എന്താണ്, നിരോക്സീകരണ സമവാക്യം തന്നിട്ടുണ്ട്. ഇവിടുത്തെ നിരോക്സീകരണ സമവാക്യം വേറൊന്നുമല്ല, ഇവിടെ ആരാണ് നിരോക്സീകാരി എന്ന് പറയുന്നത്, ഓക്സിജനാണ്. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യുന്നു,
O+ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, നേടുകയല്ലേ ചെയ്യുന്നത്. ഓക്സിജൻ 2 ഇലക്ട്രോണുകൾ കുറവാണ്, അപ്പം നേടിയെടുക്കുന്നു. അങ്ങനെ O2- ആകുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സമവാക്യം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ഇവിടുത്തെ ഓക്സികാരി ആരാണ്? ഇവിടുത്തെ ഓക്സികാരി എന്ന് പറയുന്നത് ഓക്സിജനാണ്. നിരോക്സികാരി എന്ന് പറയുന്നത് അയണാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കോളം നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നോക്കിയേ, ഓക്സിഡേഷൻ നമ്പറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൂലകങ്ങളുടെ സംയോജകതയെക്കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചു. അപ്പോൾ മൂലകങ്ങളുടെ സംയോജകത അഥവാ വാലൻസി നമ്മൾ പഠിച്ചു. ഇനി അടുത്തെന്താണ്? മൂലകങ്ങൾ തന്നിട്ടുണ്ട്, അവയുടെ അറ്റോമിക നമ്പർ, അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, അവയുടെ സംയോജകത. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ സംയോജകത എത്രയാണെന്ന് നമുക്കിതാ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ പറഞ്ഞിട്ടുണ്ട് 11. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? 281. അപ്പോൾ ഇവിടുത്തെ സംയോജകത അഥവാ വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? ഈ കാണുന്ന 1 വാലൻസി അഥവാ സംയോജകത. ഇനി പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക നമ്പർ 19. അവിടുത്തെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 2881 ആണ്. അപ്പോൾ ഇവിടുത്തെ വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? 1. ഇനി ഫ്ലൂറിൻ 9 അറ്റോമിക നമ്പർ, 27 ആണ് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരെണ്ണം ഫ്ലൂറിൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ 1 ഇലക്ട്രോൺ സ്വീകരിച്ച് 8 ആവൂലേ. അപ്പോൾ എന്താണ്? ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ 27 ആണ്. അപ്പോൾ ഇവിടുത്തെ സംയോജകത ഏതാണ് സ്വീകരിക്കുന്നത്? 1. ഇനി ക്ലോറിൻ്റെ അറ്റോമിക നമ്പർ 17 ആണ്. കോറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? 287 എന്നതാണ്. ഇവിടെയും 7 ഒരെണ്ണം കൂടി സ്വീകരിച്ച് എത്രയാകും? അഷ്ടകം പൂർത്തിയാക്കും. അപ്പോൾ ഇവിടെ എത്രയാണ്? വാലൻസി 1. ഇനി അടുത്ത് വരുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യത്തിൻ്റെത് അറ്റോമിക നമ്പർ 12 ആണ്. ഇലക്ട്രോൺ വിന്യാസം 282 ആണ്. അപ്പോൾ 2 അഡീഷണൽ ആയതുകൊണ്ട് ഈ 2 ആർക്കെങ്കിലും എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും. അങ്ങനെ ഇതിൻ്റെ സംയോജകത എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി കാൽസ്യത്തിൻ്റെ അറ്റോമിക നമ്പർ 20 ആണ്. 2882 2 അവസാനം വരുന്നത് 2 ആണ്. അപ്പോൾ ഈ 2 വാലൻസി എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ സംയോജകത. അപ്പോൾ ഇവിടുത്തെ സംയോജകത എന്ന് പറയുന്നത് 2 അതായത് ഈ 2 ആർക്കെങ്കിലും കൊടുക്കും. ഓക്സിജൻ്റേത് അറ്റോമിക നമ്പർ 8 ആണ്. അപ്പോൾ 2 6 എന്നതാണ് ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ ഇവിടെ 6 2 ആരിൽ നിന്നെങ്കിലും സ്വീകരിച്ച് വാലൻസി അഥവാ സംയോജകത പൂർത്തിയാക്കും. ഇനി അലൂമിനിയത്തിൻ്റെത് 13 ആണ്. 287 എന്നതാണ് അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സംയോജകത എത്രയാണ്? 3 ആർക്കെങ്കിലും വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു മൂലകത്തിൻ്റെ സംയോജകതയിൽ നിന്നും രാസപ്രവർത്തനത്തിൽ മൂലകങ്ങൾ ഇലക്ട്രോണുകൾ നേടുകയോ നഷ്ടപ്പെടുകയാണോ എന്നറിയാൻ കഴിയുമോ? കഴിയില്ലേ. അപ്പോൾ മൂലകത്തിൻ്റെ സംയോജകതയിൽ നിന്ന് നമുക്ക് എന്ത് ഏറ്റാൻ പറ്റും? രാസപ്രവർത്തനത്തിൽ മൂലകങ്ങൾ ഇലക്ട്രോണുകൾ നേടുമോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമോ എന്നറിയാൻ സാധിക്കും. ഇത് വ്യക്തമാക്കുന്നതിനായി ഓക്സിഡേഷൻ നമ്പർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ഓക്സിഡേഷൻ നമ്പറാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ പോസിറ്റീവ് അയോണും ഇലക്ട്രോണുകൾ നേടുമ്പോൾ നെഗറ്റീവ് അയോണും ഉണ്ടാകുമല്ലോ. അപ്പം നമുക്കറിയാം ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടാൽ എന്താണ്? പോസിറ്റീവ് അയോണായി മാറും. ഇപ്പോൾ സോഡിയം എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് എന്തായി മാറും? Na+ ആവത്തില്ലേ. അതേപോലെ നെഗറ്റീവ് അയോണുമുണ്ട്. അപ്പം നമ്മുടെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺ നേടിയിട്ട് എന്താവുന്നു? O2- ആകുന്നു. O2- ആകുന്നു. 2 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? നേടിയെടുക്കുന്നു. അപ്പം മൈനസ് വരുന്നത്. ഇനി ഒരു സംയുക്തത്തിലെ എല്ലാ രാസബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെ ആ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അഥവാ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നു. അപ്പം എന്താണ് ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സീകരണ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു സംയുക്തത്തിലെ എല്ലാ രാസബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ, അപ്പോൾ ഒരു സംയുക്തം അതിൻ്റെ എല്ലാ രാസബന്ധനത്തെയും നമ്മൾ എങ്ങനെ പരിഗണിക്കുന്നു? അയോണികമായിട്ട് പരിഗണിക്കുന്നു. അങ്ങനെ പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെ ആ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നു. സോഡിയം അയോണും അതായത് Na+,
ക്ലോറൈഡ് അയോണും Cl- ചേർന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് NaCl അഥവാ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവ രണ്ടും കൂടെ ചേർന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ Na+, ഇതിൻ്റെ പോസിറ്റീവ് അയോണിനെയും നെഗറ്റീവ് അയോണിനെയും, അതായത് ഇവ രണ്ടിലെയും രാസബന്ധനത്തിൽ നമ്മൾ അയോണികമായിട്ട്, രണ്ടും അയോണികമായിട്ട് മാത്രമാണ് നമ്മളവിടെ പരിഗണിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെ നമുക്ക് അതിൻ്റെ ആ ആറ്റത്തിൻ്റെ എന്തായിട്ട് പറയാം, ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ ഓക്സീകരണാവസ്ഥ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ സോഡിയം അയോണും ക്ലോറൈഡ് അയോണും ചേർന്നതാണ് എന്ത് NaCl എന്ന് പറയുന്നത്. അയോണിക സംയുക്തങ്ങളിൽ ഇതുപോലെയുള്ള അയോണുകളുടെ ചാർജ് തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അയോണിക സംയുക്തങ്ങളുടെ പ്രത്യേകതയ്ക്ക് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അയോണിക സംയുക്തങ്ങളിൽ ഇതുപോലുള്ള അയോണുകളുടെ ചാർജ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ Na+, സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര, അത് Na+, ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ Cl-. അപ്പോൾ ഇതിൻ്റെ ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഏതിലാണ്, അയോണിക സംയുക്തങ്ങളിൽ. അതുകൊണ്ട് സോഡിയം ക്ലോറൈഡിൽ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1ഉം ക്ലോറിൻ്റേത് -1ഉമാണ്. അപ്പം നമ്മൾ സോഡിയം ക്ലോറൈഡ് എടുത്താൽ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മളോട് ചോദിച്ചാൽ എത്രയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, +1 ആണ്. അതായത് Na+, അപ്പോൾ +1 ആണ്. ഇനി ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, -1 ആണ്. അതായത് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, മഗ്നീഷ്യം ഓക്സൈഡിൽ MgO, മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം ഓക്സൈഡിൽ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, 2 ആണ് അല്ലേ, +2 ആണ്. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 എന്നിങ്ങനെയാണ്. അപ്പോൾ MgO എന്ന് പറയുമ്പോൾ മഗ്നീഷ്യത്തിന് +2, ഓക്സിജന് -2 എന്നാണ് ഓക്സിഡേഷൻ നമ്പർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത്, പോസിറ്റീവ്, അതായത് നമ്മുടെ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണെന്നും ആരുടെയാണ് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കപ്പെട്ടാണ് സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്, അവിടെ ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കപ്പെടുന്നു. ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്, സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഇവയിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ ആറ്റത്തിലേക്ക് പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോണുകൾ സ്ഥാനമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് സങ്കല്പിച്ചാണ് ഇവയിലെ ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ നിർണ്ണയിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, നമ്മൾ പറഞ്ഞു ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഇവയിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ ആറ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നു, പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോണുകൾ സ്ഥാനമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് സങ്കല്പിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവയിലെ ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ നിർണ്ണയിക്കുന്നത്. ഉദാഹരണത്തിന് സഹസംയോജക സംയുക്തമായ HF, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. അപ്പോൾ HFൽ എന്താണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഫ്ലൂറിനിലേക്ക് ഇലക്ട്രോണുകൾ സ്ഥാനമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് സങ്കല്പിച്ച് എന്ത് ചെയ്യുന്നു, ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആയി പരിഗണിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഇപ്പോൾ ഹൈഡ്രജനും ഫ്ലൂറിനും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി അവിടെ കൂടുതൽ ആർക്കാം, ഫ്ലൂറിനാണ്. അപ്പോൾ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, -1 ആയിട്ട് പരിഗണിക്കുന്നു. അങ്ങനെ പരിഗണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇലക്ട്രോൺ, അതായത് ഫ്ലൂറിനിലേക്ക് ഇലക്ട്രോണുകൾ സ്ഥാനമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് സങ്കല്പിക്കുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ഓക്സിഡേഷൻ നമ്പർ -1 ആയിട്ട് പരിഗണിക്കുന്നതെന്ന് പറഞ്ഞു. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതായി സങ്കല്പിച്ച് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുന്നു, +1 ആയി പരിഗണിച്ചിരിക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, 1 ആണ്. അത് ഹൈഡ്രജൻ ആർക്കെങ്കിലും വിട്ടുകൊടുക്കും അല്ലേ, ആർക്കെങ്കിലും കൊടുത്ത് എന്ത് ചെയ്യും, +1 ആവും, +1 ആയി പരിഗണിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്, ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്, -1 ആണ്.
ഒരു സംയുക്തത്തിലെ ഘടക ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറുകളുടെ ആകെത്തുക 0. അപ്പോൾ ഒരു സംയുക്തം എടുത്തു, ആ സംയുക്തത്തിലെ ഘടക ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറുകളുടെ ആകെത്തുക എന്താണ്? 0 എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംയുക്തത്തിലെ ഘടക ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറുകളുടെ ആകെത്തുക എത്രയാ? ആകെത്തുക 0. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. മൂലക തന്മാത്രകളിൽ ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ തുല്യമായി പങ്കുവയ്ക്കുന്നതിനാൽ മൂലകാവസ്ഥയിൽ ഓക്സിഡേഷൻ നമ്പർ 0 പരിഗണിക്കുന്നു. അപ്പോൾ മൂലക തന്മാത്രകളിൽ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ തുല്യമായി പങ്കുവയ്ക്കുന്നതിനാൽ മൂലകാവസ്ഥയിൽ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 പരിഗണിക്കുന്നു. അപ്പോൾ മൂലക തന്മാത്രയിൽ മൂലകാവസ്ഥയിൽ ഓക്സിഡേഷൻ നമ്പർ എത്രയായിട്ട് പരിഗണിക്കണം? 0 പരിഗണിക്കണം. എപ്പോൾ? മൂലക തന്മാത്രകളിൽ ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ തുല്യമായി പങ്കുവയ്ക്കുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം? മൂലകാവസ്ഥയിൽ ഓക്സിഡേഷൻ നമ്പർ 0 പരിഗണിക്കുന്നത്. അതായത് ഓക്സിഡേഷൻ നമ്പർ കണക്കാക്കുന്ന രീതി ഇവിടെ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചില മൂലകങ്ങളുടെ വിവിധ സംയുക്തങ്ങളിലെ സാധാരണ ഓക്സിഡേഷൻ നമ്പർ പട്ടിക 4.7 നൽകിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. സംയുക്തങ്ങളിൽ ഓക്സിഡേഷൻ നമ്പർ അറിയാത്ത മൂലകങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് പരിശോധിക്കണം. ഇവിടെ HNO3യിൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ HNO3 തന്നിട്ടുണ്ട്. HNO3യിൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് നമുക്കറിയാം. +1 ആണെന്ന് അറിയാം അല്ലേ? ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് +1. ഇനി ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2. അപ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +1 ആണെന്ന് പറഞ്ഞു. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എങ്ങനെയായി? X എന്ന് സങ്കല്പിക്കാം. അപ്പോൾ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ X ആയിട്ട് എടുത്തു. ഒരു സംയുക്തത്തിലെ ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക 0. അപ്പോൾ ഒരു സംയുക്തത്തിലെ ഏതിൻ്റെയാണ്? ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? 0 പറഞ്ഞു. അപ്പോൾ HNO3 തന്മാത്രയിൽ എങ്ങനെയാണ്? +1 +1 × X പ്ലസ് എങ്ങനെയാ? -2 × 3. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? 0 നമുക്കറിയാം അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ +1 + X പ്ലസ് അങ്ങനെയാണ് -6. അതും എന്താണ്? 0. അപ്പോൾ X - 5 അതും എന്താണ്? 0. അങ്ങനെയാണെങ്കിൽ X എന്ന് പറയുന്നത് എന്താണ്? +5 സമം എത്രയാണെന്ന് നമുക്ക് കിട്ടും? X എന്ന് പറയുന്നത് +5 ആണെന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? +5 ആണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് HNO3യിൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ അപ്പോൾ നമുക്ക് കിട്ടി. എത്രയെന്ന് കിട്ടി? +5 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെ കുറച്ച് മൂലകങ്ങളും അവയുടെ ഓക്സിഡേഷൻ നമ്പരും തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സാധാരണയുള്ള മൂലകങ്ങളാണ്. ഇവിടെ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരുന്നത്. നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഇവിടെ മൂലകങ്ങൾ ഏതൊക്കെയാണ്? അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹൈഡ്രജൻ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. സോഡിയത്തിൻ്റെത് +1 ആണ്. പൊട്ടാസ്യത്തിൻ്റെതും +1 ആണ്. പിന്നെ കാൽസ്യത്തിൻ്റെത് +2 ആണ്. അലൂമിനിയത്തിൻ്റെത് +3 ആണ്. ഫ്ലൂറിൻ്റെത് -1, ക്ലോറിൻ്റെത് -1, ബ്രോമിൻ്റെത് -1, അയഡിൻ്റെത് -1 ആണ്. ഓക്സിജൻ്റെത് -2 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, HNO2, NO2 എന്നിവയിൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കാം. ഇവിടെ HNO2, NO2 എന്നിവയിൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്? നമുക്ക് HNO2യിൽ നോക്കാം. നമുക്കറിയാം ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ 1 ആണ്. ഓക്സിജൻ്റെത് -2 ആണ്. അപ്പോൾ അത് നമുക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് HNO2യിൽ എങ്ങനെ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താം? അപ്പോൾ 1 + X + 2
എത്രയാണ് ഇൻറ്റു -2 ഇസ് ഈക്വൽ ടു 0 ആണ് എന്ന് നമുക്കറിയാം. ഇവയൊക്കെ 0 ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ 1 + x - 4 ഇസ് ഈക്വൽ ടു എത്രയാണ്? 4 ഇസ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് എന്ന് പറയുന്നത് x - 3 ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ നൈട്രജൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? നൈട്രജൻ്റെത് 3 ആണ്. അപ്പോൾ ഇതാണ് HNO2 നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടെത്തി 3 ആണ്. ഇനി NO2 നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്? അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. NO2 നമ്മൾ എന്താണ്, നമുക്ക് x + 2 ഇൻറ്റു -2 സമം 0. അതുപോലെ x - 4 2 ഇൻറ്റു 2 4 ആണ്. അപ്പോൾ അതും 0 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ നൈട്രജൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇനി പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ K2Cr2O7 ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താം. അപ്പോൾ ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ X ആണെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. ഇവിടെ നമുക്ക് C2O3 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. C2O3 അപ്പോൾ എത്രയാണെന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ K2Cr2O7 അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, +1 അതേപോലെ ഏതാണ് ഇൻറ്റു 2 +2 ഇൻറ്റു എക്സ് -2 ഇൻറ്റു 7 അത് 0 ആണ്. അപ്പോൾ നമ്മൾ നോക്കി വരുമ്പോൾ എത്രയാണ് ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ? ഇവിടെ 6 + 6 ആണ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നേരത്തെ അതേ ഓർഡറിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി Cr2O3 ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തി രേഖപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. Cr2O3 ആണ്. Cr2O3 എങ്ങനെയാണെന്ന് നോക്കാം. ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? എക്സ് ആണ്. 2x + 3 ഇൻറ്റു -2 = 0 ആണ്. ഇനി 2x - 6 അത് 0 ആണ്. അതുപോലെ 2x = എന്താണ്? 6 ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 6/2 ആണ്. അപ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 3 ആണ് എന്ന് നമുക്ക് കിട്ടും. ഇനി MnO2 ഇവിടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2, പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1. അപ്പോൾ ഇവിടെ മാംഗനീസിൻ്റെതാണ് നമ്മൾ കണ്ടെത്താനുള്ളത്. അപ്പോൾ MnO2 മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് കണ്ടെത്തണം. MnO2 നോക്കാം. അപ്പോൾ MnO2 നമുക്ക് MnO2 അപ്പോൾ എങ്ങനെയായി? x + 2 ഇൻറ്റു -2 = 0. x - 4 സമം 0. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അപ്പോൾ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 4 ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി Mn2O7 മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് നോക്കാം. Mn2O7 എങ്ങനെയാണ്? 2x + 7 - 2 = 0. അപ്പോൾ 2x എന്ന് പറയുന്നത് 14 ആണ്. 0 2x എന്ന് പറയുമ്പോൾ 14
14 പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 14/2 സമം 7 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ മാംഗനീസിൻ്റെ Mn2O7 എത്രയാണ്? 7 ആണ് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇനി KMnO4 മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് നോക്കാം. ഇവിടെ 1 + x + 4 × -2 = എത്രയാണ്? 0 ആണ്. അപ്പോൾ 1 + x - 8 സമം 0. എക്സ് എന്ന് പറയുന്നത് 7 സമം -7 = 0. അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. ഇവിടുത്തെ മാംഗനീസിൻ്റെത് 7 ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടെത്തി. സോഡിയം ക്ലോറൈഡ് NaCl രൂപീകരണത്തിൻ്റെ സമവാക്യം വിലയിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. 2Na + Cl2 അതാണ് 2NaCl എന്ന് പറയുന്നത്, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ സോഡിയം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ഒരു പോസിറ്റീവ് ചാർജും ക്ലോറിൻ ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് ഒരു നെഗറ്റീവ് ചാർജും നേടുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം സോഡിയത്തിന് എന്താണ്? പ്ലസ് ആണ്. നമ്മുടെ Cl ആണെങ്കിലോ മൈനസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു പോസിറ്റീവ് ചാർജ് നമ്മുടെ സോഡിയത്തിനും ക്ലോറിൻ ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് ഒരു നെഗറ്റീവ് ചാർജും നേടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിനാൽ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1, ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? നമ്പർ -1 എന്നിങ്ങനെയാണ്. അപ്പോൾ മൂലക അവസ്ഥയിൽ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? അപ്പോൾ മൂലകാവസ്ഥയിൽ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? അത് 1 ആണ് എന്ന് നമുക്കറിയാം. സോഡിയത്തിന് +1, നമ്മുടെ ക്ലോറിന് എത്രയാണ്? -1 ആണ്. ഓക്സിഡേഷൻ നമ്പർ ഉൾപ്പെടുത്തി രാസസമവാക്യം എഴുതി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഉൾപ്പെടുത്തി രാസസമവാക്യം എഴുതുമ്പോൾ എങ്ങനെയാണ്? അത് 2Na + Cl2 2NaCl, അതായത് +1ഉം -1ഉമായിട്ട് മാറും. ഈ പ്രവർത്തന ഫലമായി സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പറിന് എന്ത് സംഭവിച്ചു? സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം. സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണ് ചെയ്തത്. പോസിറ്റീവ് ആവുകയല്ലേ ചെയ്തത്, അപ്പോൾ കൂടുകയാണ് ചെയ്തത്. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പറിന് എന്താണ് സംഭവിച്ചത്? നെഗറ്റീവാണ് വന്നത്. അതായത് അവിടെ എന്ത് ചെയ്തു? കുറയാണ് ചെയ്തത്. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സീകരണവും ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം നിരോക്സീകരണവുമാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനത്തെ ഓക്സീകരണം എന്ന് പറയുന്നു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനത്തെ നിരോക്സീകരണം എന്നാണ് പറയുന്നത്. സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ ഓക്സീകരണം സംഭവിച്ചത് ഏത് ആറ്റത്തിനാണ്? സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ ഓക്സിഡേഷൻ സംഭവിച്ചത്, ഓക്സീകരണം സംഭവിച്ചത് ആർക്കാ? സോഡിയത്തിനല്ലേ? സോഡിയത്തിനാണ്, Na-ക്കാണ് ഓക്സീകരണം സംഭവിച്ചത്. ഇനി ഈ പ്രവർത്തനത്തിലെ ഓക്സികാരി ആരാണ്? സോഡിയമാണ്. എന്തുകൊണ്ട്? അവിടെ സോഡിയമാണല്ലോ നിരോക്സീകാരയ്ക്ക്, അതായത് ഓക്സിജൻ വിട്ടുകൊടുക്കുന്നത്. ഓക്സിജൻ അല്ല, ഇത് വിട്ടുകൊടുക്കുന്നത് ആരാണ്? സോഡിയമാണ്. ഈ പ്രവർത്തനത്തിൽ നിരോക്സീകരണം സംഭവിച്ചത് ഏത് ആറ്റത്തിനാണ്? കാരണം എന്ത്? അപ്പോൾ ഇവിടെ നിരോക്സീകരണം സംഭവിച്ചത് ക്ലോറിനാണ്. കാരണം ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് നെഗറ്റീവ് ആവുകയാണ്, 1- ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ക്ലോറിൻ എന്ത് ചെയ്തത്? നിരോക്സീകാരിയാകുന്നത്. അപ്പോൾ ഇവിടെ നിരോക്സീകാരി ആരാണ്? ക്ലോറിനാണ് എന്ന് നമുക്ക് പറഞ്ഞൂടെ? ആണ്, ക്ലോറിനാണ്. ചുവടെ നൽകിയിട്ടുള്ള രാസസമവാക്യത്തിൽ ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? H2 + Cl2 അങ്ങനെ 2HCl ആയിട്ട് മാറുന്നു. ഇനി ഓക്സിഡേഷൻ നമ്പറിന് വർധനവുണ്ടായ ഇവിടെ ഓക്സിഡേഷൻ നമ്പറിന് വർധനവുണ്ടായത് ആർക്കാ? ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ നമ്പറിന് വർധനവുണ്ടായത്? നമ്മുടെ ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ അല്ലേ. ഓക്സീകരണം സംഭവിച്ച ആറ്റം ഏതാണ്? അതും ഹൈഡ്രജനാണ്. ഓക്സിഡേഷൻ നമ്പറിന് കുറവ് സംഭവിച്ചത് ഏതാണ്? അത് ക്ലോറിനാണ്. നിരോക്സീകരണം സംഭവിച്ചത് അതും ആരാണ്? ക്ലോറിനാണ്. ഈ പ്രവർത്തനത്തിലെ ഓക്സികാരി എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. അതുപോലെ ഈ പ്രവർത്തനത്തിലെ നിരോക്സികാരി ആരാ? ക്ലോറിനാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത്.
ഇനി മറ്റൊരു രാസസമവാക്യം വിലയിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. Mg+2HCl മഗ്നീഷ്യം MgCl2 പ്ലസ് ഹൈഡ്രജൻ. അപ്പോൾ Mg2HCl MgCl2 മഗ്നീഷ്യം ക്ലോറൈഡ് പിന്നെന്തായിട്ട് മാറുന്നു? ഹൈഡ്രജനും കൂടി ഉണ്ടാകുന്നു. ഓരോ ആറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചുവടെ നൽകിയിട്ടുള്ളവ കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? മഗ്നീഷ്യത്തിൻ്റെ Mg പ്ലസ് ആണ്. മഗ്നീഷ്യത്തിൻ്റെ പ്ലസ് അല്ലേ ഓക്സിഡേഷൻ? Mg+2HCl MgCl2 പ്ലസ് H2. അപ്പോൾ ഓരോ ആറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ രേഖപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? +2 ആണ്. +2 അല്ലേ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്? അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 2ൽ നിന്ന് എത്രയായിട്ട് മാറുന്നു? +2 ആകുന്നു. മഗ്നീഷ്യത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? മഗ്നീഷ്യം ഓക്സീകരണമാണ് സംഭവിക്കുന്നത്. ഇവിടെ ഓക്സീകാരി എന്ന് പറയുന്നത് ആരാണ്? Mg ആണ്. ഇനി നിരോക്സീകാരി ആരാ? HCl ആണ് ഇവിടുത്തെ നിരോക്സീകാരി. ഇനി ചൂടെ നൽകിയിരിക്കുന്ന രാസസമവാക്യം വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. C+O2 CO2. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ തന്നിരിക്കുന്ന. കാർബൺ ഓക്സിജനുമായി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൂലകങ്ങൾ ഓക്സിഡേഷൻ നമ്പർ പ്രവർത്തനത്തിന് മുമ്പ് എങ്ങനെയാണ്? പ്രവർത്തനത്തിന് ശേഷം എങ്ങനെയാണ്? ഓക്സീകരണമാണോ നിരോക്സീകരണമാണോ? ഓക്സീകാരി ആരാണ്? നിരോക്സീകാരി ആരാണ്? ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പ്രവർത്തനത്തിന് മുമ്പ് ഏതാണ്? C4 ആണ്. അപ്പോൾ ഇവിടെ പ്രവർത്തനത്തിന് ശേഷം എന്താകുന്നു? +4 ആണ്. ഇനി ഓക്സീകരണം ആർക്കാണ്? ഓക്സീകരണം നടക്കുന്നത് ആർക്കാണ്? കാർബണിനാണ്. ഇവിടുത്തെ നിരോക്സീകാരി ആരാണ്? ഓക്സിജനാണ് നിരോക്സീകാരി എന്ന് പറയുന്നത്. ഇനി പ്രവർത്തനത്തിന് മുമ്പ് ഓക്സിജൻ എങ്ങനെയാണ്? 2 ആണ്. പ്രവർത്തനത്തിന് ശേഷം എന്താണ്? -2 ആണ്. ഇവിടെ നിരോക്സീകരണമാണ്. ഇവിടുത്തെ നിരോക്സീകാരി ആരാണ്? ഇവിടുത്തെ നിരോക്സീകരണം ഇവിടെ ഓക്സീകാരി നിരോക്സീകാരി അത് ആരാണ്? അത് ഇവിടെ നിരോക്സീകാരി ആരാ? ഓക്സിജനാണ്. ഇവിടെ ഓക്സീകാരി ആരാ? ഓക്സീകാരി ആരാണ്? കാർബണാണ് ഓക്സീകാരി. അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. H2Cl2 ഗിവ്സ് 2HCl ആണ് തന്നിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ ഓക്സീകരണം സംഭവിച്ച ആറ്റം ഏതാണ്? അപ്പോൾ ഇവിടെ ഓക്സീകരണം ആർക്കാ സംഭവിച്ചിരിക്കുന്നത്? ഓക്സീകരണം ഹൈഡ്രജനാണ്. ഹൈഡ്രജനാണ് +1 H+1. അതുപോലെ നിരോക്സീകരണം ആർക്കാ? ക്ലോറിനാണ് നിരോക്സീകരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയമല്ലേ നടക്കുന്നത്? ആണ്. ഇത്തരം പ്രവർത്തനങ്ങളെ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? ഇവിടെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? റിഡോക്സ് പ്രവർത്തനങ്ങളെന്ന് പറയാം. ഒരു റിഡോക്സ് പ്രവർത്തനത്തിൽ ഓക്സീകാരിക്ക് നിരോക്സീകരണവും നിരോക്സീകാരിക്ക് ഓക്സീകരണവും സംഭവിക്കുന്നു. അപ്പം നിത്യജീവിതത്തിലെ സുപരിചിതമായ ചില റിഡോക്സ് പ്രവർത്തനങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ്? ശ്വസന പ്രക്രിയയിൽ കോശങ്ങളിൽ വച്ച് ഗ്ലൂക്കോസ് തന്മാത്രകൾ വിഘടിച്ച് ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? റിഡോക്സ് പ്രവർത്തനമാണ്. ലോഹങ്ങളുടെ ഉപരിതലത്തിൽ ഓക്സൈഡ് ആവരണം ഉണ്ടാകുന്ന പ്രവർത്തനം എന്തിനുദാഹരണമാണ്? റിഡോക്സ് പ്രവർത്തനമാണ്. ഇന്ധനങ്ങളുടെ ജ്വലനം അതും റിഡോക്സ് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. ജൈവവസ്തുക്കൾക്ക് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന വിഘടനം അതും റിഡോക്സ് പ്രവർത്തനമാണ്. രാസവൈദ്യുത സെല്ലുകളിലെ വൈദ്യുത ഉൽപ്പാദനവും റിഡോക്സ് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് യുവർ ചാനൽ.